5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ അലകൾ 23-ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. അതിൻ്റെ അലകൾ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യത്തെക്കുറിച്ച് പുതിയൊരു ചിന്ത അടൂർ പ്രകാശിന് വന്നത്. അദ്ദേഹം UDFൻ്റെ മുന്നണി കൺവീനറാണ്. വളരെ താത്വികമായ വളരെ നല്ലൊരു ചാമ്പ്യനാണ്, ഇലക്ഷൻ മാനേജറാണ്. എവിടെ കൊണ്ടിട്ടാലും ജയിക്കും. അടൂരിൽ നിന്നപ്പോൾ അടൂർ ജയിച്ചു, ആറ്റിങ്ങൽ വന്നപ്പോൾ ആറ്റിങ്ങൽ ജയിച്ചു, അവസാന റൗണ്ടിലാണെങ്കിലും അദ്ദേഹം ജയിച്ചു. അദ്ദേഹം നല്ലൊരു ഇലക്ഷൻ മാനേജറാണ്. അദ്ദേഹം ഒരു പ്രസ്താവന അടിച്ചു. കേരള കോൺഗ്രസ് എം എന്തായാലും UDFനോടൊപ്പം വരുന്നു, അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. CPI കൂടി എന്തുകൊണ്ട് വന്നുകൂടാ? CPI വന്നാൽ നല്ലതാണ്, നമുക്കൊരു ഐക്യമുന്നണി ഉണ്ടാക്കി അങ്ങ് പോകാം. അപ്പോൾ CPMനെ നമുക്ക് ഒറ്റപ്പെടുത്തി ഒരു ഐക്യമുന്നണി. അപ്പോൾ മാണി കോൺഗ്രസും ജോസ് കെ മാണിയും ഇങ്ങോട്ട് വരിക, ഇദ്ദേഹവും കൂടെ വരിക, CPI കൂടെ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഉടനെ ബിനോയ് വിശ്വം രാവിലെ ഇത് കേട്ട് ബിനോയ് വിശ്വത്തോടെ പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്തയുണ്ടല്ലോ. ഉടൻ ബിനോയ് വിശ്വം ചോദിച്ചു, ആര്? അത് അടൂർ പ്രകാശ് അത് ചോദിച്ചു. എന്ത്? അതിങ്ങനെ ഉടനെ കളിയാക്കി. എന്താ അതിങ്ങനെ നിങ്ങൾ UDFലേക്ക്? അപ്പോൾ ചിരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു എന്നൊക്കെ ബിനോയ് വിശ്വം കളിയാക്കി. ബിനോയ് വിശ്വം ഇങ്ങനെ ഞാൻ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ വേറെ ചിരിക്കുന്നുണ്ട്. ബിനോയ് വിശ്വമേ, 7 വർഷക്കാലമാണ് അടിയന്തരാവസ്ഥയുടെ 7 വർഷം, 50-ാം വർഷമല്ലേ ഇപ്പോൾ. ജൂൺ 25 എന്ന് പറയുന്നത് ഇന്നലെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. 50 വർഷങ്ങൾക്കും അടിയന്തരാവസ്ഥ. രാജൻ കേസും വിജയൻ കേസും പിന്നെ അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെയും ഒക്കെ ഉരുട്ടിക്കൊന്ന കേസുകളും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ജയിലിൽ കിടന്ന്, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജയിലിൽ കിടന്ന ഒരു കേസ് വന്നത് അടിയന്തരാവസ്ഥ സമയത്തല്ലേ. ആ അടിയന്തരാവസ്ഥ സമയത്ത് നിങ്ങൾ അച്യുതമേനോൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? PKV ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വന്നു എന്ന് ജീവത്യാഗം ചെയ്ത കഥ നിങ്ങൾ ഒരുപാട് തവണ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു അപശകുനം മോശം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം വന്നിട്ടും നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ കഴിയാത്തത്. നിങ്ങൾ ആഘോഷിക്കുക മീൻസ് ഇതിനെതിരെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റാത്തത്, നിങ്ങൾക്ക് പത്രസമ്മേളനവും സെമിനാറുകളും നടത്താൻ കഴിയാതെ വന്നത്. അല്ലെങ്കിൽ വലിയ സെമിനാറും വലിയ യോഗങ്ങളും വലിയ ശില്പശാലകളും CPIക്ക് നടത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ നടത്താൻ കഴിയാത്തത് കോൺഗ്രസിനോടൊപ്പം നിങ്ങൾ 7 വർഷം നിന്നിട്ടുണ്ട്. CPM എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇടതുപക്ഷമൊന്നും പറയണ്ട, നിങ്ങൾ വലതുപക്ഷത്ത് പോയും കിടന്നിട്ടുണ്ട്, വലതുപക്ഷത്ത് പോയി നിങ്ങൾ അന്തി ഉറങ്ങിയിട്ടുണ്ട്, അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഒരു മുറി നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിൽ നിങ്ങൾ ഉണ്ടിട്ടുണ്ട് എന്ന് CPM ഇടയ്ക്കിടയ്ക്ക് EMS ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. അന്ന് പിന്നെ നമ്മുടെ CPIയുടെ വലിയ നേതാക്കൾ വെളിയം ഭാർഗവനും PKV അടക്കമുള്ള വലിയ നേതാക്കൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ EMS പറയുമായിരുന്നു, നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങൾ ഒക്കെ ചങ്ങാതിമാരാണ്, നിങ്ങൾ ഒന്നിച്ച് കിടന്നവരാണ്, നിങ്ങൾക്ക് കൂടെ കിടന്നവൻ്റെ രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CPI ഇപ്പോൾ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ സേഫായ സ്ഥലത്തേക്ക് ഒന്ന് പൊക്കൂടെ? നിങ്ങൾ കുറച്ചുകൂടെ സേഫ് എന്ന് പറഞ്ഞാൽ UDF അല്ലേ. കാരണം LDFിൽ നിങ്ങൾ നിന്നാൽ എങ്ങനെയായാലും നിങ്ങൾക്ക് തല്ലാണ്. AISF പിള്ളേർക്ക് SFIയുടെ തല്ല്, AYFന് DYFIയുടെ തല്ല്, AITUസിന് CITയുടെ തല്ല്, പിന്നെ നിങ്ങൾക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്ന് ഈ റവന്യൂ വകുപ്പും അല്ലെങ്കിൽ കൃഷി വകുപ്പ് ഇങ്ങനെ 1-2 വകുപ്പ് കിട്ടുന്നതല്ലാതെ ആഭ്യന്തരമോ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടുന്നില്ല. ആകപ്പാടെ 2-3 പേര്, എത്ര പേര് ജയിച്ച് വന്നാലും 2-3 പേരെ മന്ത്രിയാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ വലിയ വലിയ സീറ്റുകൾ, സ്പീക്കർ സ്ഥാനം, അതുപോലെ മന്ത്രിമാരുടെ സ്ഥാനം, ഉപമുഖ്യമന്ത്രി സ്ഥാനം, എന്തുകൊണ്ട് CPM മുഖ്യമന്ത്രിയാകുമ്പോൾ CPI ഉപമുഖ്യമന്ത്രിയാവുന്നില്ല? ഇതൊക്കെ വലിയ ചോദ്യമാണ് വിനയ് വിശ്വം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടുള്ള സോൺ UDF അല്ലേ. അങ്ങനെ നിങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ചു വരാം. ഒരു 1000 ഒക്കെ നിന്നാൽ ഇവിടെയും സീറ്റ് ചിലപ്പോൾ നല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കിട്ടും. അങ്ങനെയല്ല, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മതേതര സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അപ്പുറത്തും പോയവരാണ്. ഒരു കാലഘട്ടത്തിൽ അവിടെയും കൂടെ നിന്നു, ഇപ്പോഴും നിന്നു. എങ്കിൽ ഞങ്ങൾ തിരുത്തി ഇനി ഒരിക്കലും അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ലേ? അങ്ങനെ പറയാൻ കഴിയൂ? രാഷ്ട്രീയത്തിൽ അങ്ങനെ തത്വാധിഷ്ഠിത നിലപാടെന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ CPM PDPക്കാരെ വിളിച്ച് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറയണ്ടായിരുന്നു, വേണ്ട, നമ്മൾ തത്വാധിഷ്ഠിത നിലപാടുകാരാണെന്ന്. നേരത്തെ ജമാഅത്ത് ഇസ്ലാമി പല സമയങ്ങളിലും CPMനെ സപ്പോർട്ട് ചെയ്യുകയും പല പഞ്ചായത്തുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴൊന്നും നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധ്യത കിടക്കുന്നു. അടൂർ പ്രകാശ് വിളിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിന് ആലോചിക്കാവുന്നതാണ്. അങ്ങോട്ടേക്കൊരു യാത്ര തീർച്ചയായും UDFിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ UDF ശക്തമാവും. പിന്നൊരു മെച്ചം കൂടെയുണ്ട്. ഒരു കാരണവശാലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് എല്ലാ കാലവും മന്ത്രി, കാരണം നിങ്ങളും കൂടെ ചെന്ന് മാണി കോൺഗ്രസും കൂടെ ചെന്നാൽ വലിയ ശക്തിയുമാകുമല്ലോ, ഭയങ്കര ശക്തിയാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ പരമ്പരാഗത വൈദ്യമൊക്കെ തീർക്കാനൊരു ചാൻസും കിട്ടും. ആലോചിക്കുക, നല്ല ഗോൾഡൻ ചാൻസാണ് വന്നിരിക്കുന്നത്. അത് കളയാതിരിക്കുക. അവസരങ്ങൾ എപ്പോഴും വരില്ല.
വരുന്നത് വളരെ ചെറുതായിട്ടായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. കയറി പിടിച്ചോണം, അല്ലെങ്കിൽ പിന്നെ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്ന ചേട്ടന്മാർ അയ്യോ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട. എത്രയോ കോളേജുകളിൽ ISFും KSUം കൂടെ ഒന്നിച്ച് മത്സരിക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമില്ല. നിങ്ങൾക്ക് UDF ഇണങ്ങും. നിങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറാവുക.